بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിനെ അവന്റെ അടിമകൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയായി തീരുമാനിച്ചു. അതല്ലാത്ത ഒരു ദീനും ഒരാളെയും ലക്ഷ്യത്തിലെത്തിക്കൂല, അതുറപ്പാണ്. ഇസ്ലാം അല്ലാത്ത ഒരു വഴി ഒരു മനുഷ്യന് ലക്ഷ്യത്തിലെത്താനുണ്ട് എന്ന് ഒരാൾ ഏതെങ്കിലും അർത്ഥത്തിലുണ്ട് എന്നൊരാൾ വിശ്വസിക്കലോടുകൂടി അയാളുടെ ഷഹാദ ബാത്തിലാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, തീർച്ചയായും അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ ആഖിറത്തിൽ നഷ്ടവാളികളുടെ കൂട്ടത്തിലും ആയിരിക്കും. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദുനിയാവിലെ വിജയത്തിന് ഇസ്ലാമിനെ അല്ലാഹു ഷർത്താക്കുന്നില്ല. ഒരാൾ മുസ്ലിമായാൽ മാത്രമേ അയാളുടെ ദുനിയാവ് ശരിയാവൂ, ഇല്ല. രണ്ടാമത്തെ കാര്യം, എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇസ്ലാമിലില്ലാതെ അയാൾക്ക് വിജയിക്കാനും സാധിക്കൂല. അപ്പൊ ആഖിറത്തിന്റെ വിജയത്തിന്റെ ഷർത്ത് ഇസ്ലാമാണ്. എന്നാൽ ദുനിയാവ് മുസ്ലിം ആവട്ടെ അല്ലാതിരിക്കട്ടെ, നിശ്ചയിച്ച പ്രകാരം ഖദർ അനുസരിച്ച് അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരാൾ ഇസ്ലാം ആവുന്നതിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ട സംഗതികൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ ദുനിയാവിനെ ലക്ഷ്യമാക്കിയാൽ അയാൾക്ക് രണ്ടും കിട്ടൂല. 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം കൊണ്ട് ഒരാൾ നിയ്യത്താക്കുന്നത് ഓഫർ കിട്ടിയേക്കാം. 5 നേരത്തെ നിസ്കാരം കൊണ്ട് ദുനിയാവിൽ ചില ഓഫറുകൾ കിട്ടിയേക്കാം. പക്ഷെ നിയ്യത്ത് ദുനിയാവ് കിട്ടലാണെങ്കിൽ ദുനിയാവും ഇല്ല, ആഖിറത്തെ നിസ്കാരത്തിന്റെ കൂലിയുമില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഏത് അമൽ കൊണ്ടും ലക്ഷ്യമാക്കപ്പെടുന്നത് അള്ളാന്റെ വജ്ഹ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആഖിറത്തിന്റെ വിജയം മാത്രമായിരിക്കണം. എന്നാലോ ചില അമലുകൾ ചെയ്യൽ കൊണ്ട് ഇന്നത് ദുനിയാവിൽ കിട്ടുമെന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്, അത് ഓഫറാണ്. ഒരാള് സദഖ ചെയ്യൽ കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് അല്ലാത്തത് ലക്ഷ്യമാക്കിയാൽ എന്തായിരിക്കും അതിന്റെ ഫലം? നിഷ്ഫലമായി പോകും. എന്നാൽ ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹ് ലക്ഷ്യമാക്കി സദഖ ചെയ്തു, അള്ളാഹുവിനെയും കിട്ടി, ദുനിയാവിൽ നൽകപ്പെടുമെന്ന് പറഞ്ഞ ഓഫറും കിട്ടി. ആ ദീൻ 3 മർത്തബകളിലായിട്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദീനു സലാസു മറാത്തിബ്. ദീൻ എന്ന് പറഞ്ഞാൽ 3 മർത്തബകളിൽ പെട്ടതാണ്. ദീനുല്ലാഹി തആല അല്ലദീ ബുഇസ ബിഹി നബിയ്യുഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദീൻ കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ ദീൻ. വഉൻസില ബിഹി ഹാദൽ ഖുർആനുൽ അദീം. ഏത് ദീൻ വിശദീകരിക്കാനാണോ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ ദീൻ. എന്തങ്ങനെ പറയാൻ കാരണം? ദീനുകൾ പലതും ഉണ്ട്. പണ്ട് അബൂ താലിബ് പറഞ്ഞ പോലെ, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനൻ. ഭൂമിയിൽ മനുഷ്യന്മാർ ഇസ്ലാം അല്ലാത്ത ഒരുപാട് ദീനുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെയും മറ്റ് ദീനുകളുടെയും ഒരു വ്യത്യസ്തതയും. ഇസ്ലാം
നിർമ്മിതമായത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അതിൽ കൈകടത്തൽ ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കുഫറാണ്. എന്നാൽ മറ്റു ദീൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ ദീൻ എന്ന പേര് ഇസ്ലാമിലല്ലാതെ പറയരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് മറ്റ് ദീനുകളെയും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞാൽ രണ്ടിനെയും ഒരേപോലെ കാണുന്ന പോലെയാവും. കാണുന്നില്ലെങ്കിലും വർത്താനത്തിനെങ്കിലും അങ്ങനെയാവും, രണ്ടും ഒന്നാവൂല. ഇസ്ലാം അള്ളാഹുവിനാൽ നിർമ്മിതമാണ്. മറ്റ് മതങ്ങൾ മനുഷ്യരാൽ നിർമ്മിതമാണ്. അള്ളാഹുവിൻ്റെതിനെയും മനുഷ്യരുടേതിനെയും ഒരുപോലെ പറയാൻ ചില ഉലമാക്കള് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദീൻ കൊണ്ടാണോ വന്നത് ആ ദീൻ, ഈ പരിശുദ്ധ ഖുർആനിനെ ഏത് ദീനിന്റെ അടിത്തറയായിട്ടാണോ ഇറക്കപ്പെട്ടത് ആ ദീൻ, വലാ യുഖ്ബലു മിൻ അഹദിൻ ബഅദ ബിഅസതി ഹാദൽ നബിയിൽ കരീം സിവ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ശേഷം ഒരാളിൽ നിന്നും ഈ ദീനല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയും ഇല്ല. ബിഅസത്തിന് മുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി റസൂലായി നിയോഗിതരാകുന്നതിന് മുമ്പ് യഹൂദി ആയാലും നസ്രാനി ആയാലും സ്വീകരിക്കപ്പെടും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഈ ദീനല്ലാതെ സ്വീകരിക്കപ്പെടില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു സൂറത്ത് ആലി ഇംറാൻ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. വഖാല النبي صلى الله عليه وسلم, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആരാണോ എന്നെ കുറിച്ച് കേൾക്കുന്നത്. ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശം ഉമ്മത്ത് രണ്ട് വിഭാഗമാണ്. ഒന്ന് ഉമ്മത്തുൽ ദഅവ, രണ്ടാമത്തേത് ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുൽ ദഅവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് ഇവിടെ പറയപ്പെട്ട ഉമ്മത്ത്. അതായത് ഈ ഉമ്മത്തിൽ നിന്ന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്കാണോ നിയോഗിതരായത് അവർക്കെല്ലാം പറയുന്ന പേരാണ് അൽ ഉമ്മ. അതിൽ മുസ്ലിമും പെട്ടു, ഹിന്ദു പെട്ടു, ക്രിസ്ത്യാനി പെട്ടു, മജൂസി പെട്ടു, ജൂതൻ പെട്ടു, എല്ലാവരും അതിൽ പെട്ടു. നിരീശ്വരവാദികളും പെട്ടു. അതേപോലെ അള്ളാഹു ഇല്ലാന്ന് പറയുന്നവരും ഉമ്മത്തുൽ ദഅവയിൽ പെട്ടു. ഇവരിലേക്കെല്ലാമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം ഉമ്മത്തുൽ ഇജാബ, പേര് സൂചിപ്പിക്കും പോലെ തന്നെ ആ ദഅവത്തിന് ഇജാബത്ത് ചെയ്ത ഒരു വിഭാഗം. അതാരാ? മുവഹിദുകൾ. സമസ്തക്കാരൊന്നും ആ കൂട്ടത്തിൽ കൂട്ടിക്കൂടാ. പ്രത്യേകം മനസ്സിലാക്കണം, സമസ്തക്കാരെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. കാരണം അവർ ഇജാബത്ത് ചെയ്തവരല്ല. എന്താണ് ഇജാബത്ത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ മിൻഹും റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഇത് സ്വീകരിക്കുന്നവർക്കാണ് ഇജാബത്ത് ചെയ്തവൻ എന്ന് പറയുക. വലഖദ് ബഅസ്നാ, തീർച്ചയായും നാം അയച്ചിരിക്കുന്നു, ബിഅ്സത്ത്, ഫീ കുല്ലി ഉമ്മത്തിൻ മിൻഹും റസൂല, എല്ലാ സമുദായത്തിലേക്കും അവരിൽ നിന്നും തന്നെയുള്ള ഒരു റസൂലിനെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആളുകൾക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന് എതിരെ നിങ്ങൾ നബിയല്ലേ, നമ്മളെപ്പോലല്ലോ എന്ന് പറയാൻ കഴിയൂല. നിങ്ങളിൽ നിന്നുള്ള, നിങ്ങളെപ്പോലെ മനുഷ്യനായി ജീവിക്കുന്ന, ഭാര്യമാരുള്ള, മക്കളുള്ള, കച്ചവടമുള്ള, വിചാരങ്ങളുള്ള ഒരാളെ നാം നിങ്ങൾക്ക് വേണ്ടി റസൂലായി നിയോഗിച്ചു. അതുകൊണ്ട് അയാൾ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മലക്കുകൾ വരാത്തത്, അതുകൊണ്ടാണ് ജിന്നുകൾ നബിയാവാത്തത്. കാരണം ഇവർക്ക് എന്ത് പറയാം? മലക്കിന് എന്തും ചെയ്തൂടെ, ജിന്നിന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്തൂടെ. പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റൂല. മിൻഹും റസൂലൻ. എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു, ദഅവത്ത് ചെയ്തു, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതുപോലെ അത് മാത്രം പോരാ, അല്ലാഹുവല്ലാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് ദഅവ. അതിന് ഇജാബത്ത് കൊടുത്തവർ എന്ന് പറയുന്നത് മുവഹിദുകളെ സംബന്ധിച്ച ഒരു വസ്തുത കൂടെ പറയാം. ഇവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ ദഅവ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്.
പൊതുവെ അവർ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? ദാഇകൾ, ദീനിലേക്ക് വിളിക്കുന്ന പ്രബോധകർ. അങ്ങനെ തന്നെ അവരും പറയാ. സ്വന്തം നാട്ടിൽ സമയം പോരായിട്ട് പിന്നെ അവർ എങ്ങോട്ട് പോകും? ആഫ്രിക്കയിൽ വരെ പോയിട്ട് എന്ത് ചെയ്യും? ദഅവ ചെയ്യും. ഉഗാണ്ടയിൽ വരെ പോകുന്ന മനുഷ്യന്മാരുണ്ട് ദഅവത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ദഅവത്ത് പൂർണ്ണമല്ല. എന്തുകൊണ്ട് പൂർണ്ണമല്ല? നമ്മൾ വെറുതെ പറഞ്ഞല്ല. അമ്പിയാക്കളെ അല്ലെങ്കിൽ റസൂലുകളെ അള്ളാഹു നിയോഗിച്ചതിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോ അള്ളാഹു രണ്ട് കാര്യം മുതഖാരിനായിട്ടാ പറഞ്ഞത്. അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഒന്ന് ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം ചെയ്യുക, ഇത് പറയലാണ് ദഅവ. മറ്റേതോ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യരുത്, ഇതും പറയൽ ദഅവത്ത്. എന്തേ പറയുള്ളൂ? എന്തുകൊണ്ട്? അടി കിട്ടുന്ന മേടിച്ചിട്ട്, ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ബാഗ് പുറത്തിരുന്ന മേടിച്ചിട്ട്, അതിൽ അടുത്ത വക്തിന് ഈ പള്ളിയിലേക്ക് ജമാഅത്ത് വരണ്ടെന്ന് കമ്മിറ്റി പറയുന്നത് മേടിച്ചിട്ട് നിഫാഖ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് സമസ്തക്കാരെ പേടിക്കുന്നതിനേക്കാൾ അധികം തബ്ലീഗുകാരെ പേടിക്കണം. കാരണം അവര് താല്പര്യത്തിന് വേണ്ടി, ഹവയ്ക്ക് വേണ്ടി മാത്രം ദഅവത്തിനെ മുറിച്ചവരാണ്. ശിർക്ക് പറയില്ല, ശിർക്ക് ചെയ്യരുതെന്ന് പരസ്യമായിട്ട് പറയൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന്റെ ഒന്നാം ഭാഗം മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് അനിഅ്ബുദുല്ലാഹ്, ഒരു പ്രശ്നമാക്കുള്ള. കാരണം എന്താ? അവരെല്ലാം അല്ലാഹുവിനെ അറിയുന്ന ആൾക്കാരല്ലേ. അറിയുന്ന മാത്രമല്ല, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ആളുകളാണ്. ആ ആദരവിന്റെ കടുപ്പമാണ് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കാതെ ഹിജ്ർ ഇസ്മായിൽ പണിത് വെച്ചത്. കഅബന്റെ മുന്നിലുള്ള വട്ടം ഒരു കെട്ട് കാണുന്നുണ്ടല്ലോ. കാരണം ഹലാലായ സമ്പത്തല്ലാത്തത് അള്ളാന്റെ വീട്ടിന് വേണ്ടി എടുത്തുകൂടാ എന്ന് കുറേശ്ശികൾ പറയാനുള്ള കാരണം എന്താണ്? അത്ര ബഹുമാനവും സ്നേഹവും അള്ളാഹിനോടും ഉണ്ട്, പരിശുദ്ധമായ പള്ളിയോടും ഉണ്ട്. പക്ഷെ അവരെ ചൊടിപ്പിച്ചത് വജ്തനിബുത് താഗൂത്ത്. അതുകൊണ്ട് ഈ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ പോലുള്ള ഔലിയാക്കളുടെ ജാറങ്ങൾ, ദർഗകൾ ഇത് പറ്റൂല. അപ്പൊ ചൂടായി. അത് വരും ദഅവത്ത് പൂർണ്ണമായിട്ടും പറഞ്ഞ. അപ്പൊ ഉമ്മത്തുൽ ഇജാബ മുവഹിദുകളാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ മിൻ ഹാദിഹിൽ ഉമ്മ എല്ലാരെയും പറ്റിയ ഉമ്മത്തുൽ ദഅവയെ സംബന്ധിച്ച. അപ്പൊ എന്നെ പറ്റി ആരാണോ കേൾക്കുന്നത്, യഹൂദിയുൻ വലാ നസ്രാനിയുൻ, യഹൂദി ആയിക്കോട്ടെ നസ്രാനി ആയിക്കോട്ടെ, ആരാണോ കേൾക്കുന്നത്, ഇത് രണ്ടും പറയുന്നത് കാരണം യഹൂദിനെയും നസ്രാനിനെയും മാത്രം അന്ന് എന്തില്ല? ഇതിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന മതങ്ങളില്ല. അന്ന് അവർക്ക് ആകെ പരിചയമുള്ള മറ്റൊരു ദീൻ യഹൂദികളുടെ ദീനും നസ്രാനികളുടെ ദീനുമാണ്. അവിടെ യഹൂദിയാവട്ടെ നസ്രാനിയാവട്ടെ എന്നെ പറ്റി കേൾക്കുകയും ഞാൻ ഏതൊന്നുകൊണ്ടാണോ അയക്കപ്പെട്ടത് അത് വിശ്വസിക്കാതെ അവൻ മരിക്കുകയും ചെയ്താൽ അവൻ നരകത്തിന്റെ ആൾക്കാരിൽ പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഈ ദീൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, പരിശുദ്ധ ഖുർആൻ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ദീൻ, അതാണ് ദീനുൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ദീൻ. വിശ്വസിക്കണം. ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ ഇലാ യൗമിൽ ഖിയാമ. ഇത് യതകവ്വനു മിൻ സലാസി മറാത്തിബ, 3 മർത്തബകളിലൂടെ ഉണ്ടാക്കപ്പെട്ട ഒരു ദീനാണ്. 3 സ്റ്റെപ്പുകളാണ് ദീനുൽ ഇസ്ലാം. വഹിയ അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഇതാണ് ദീൻ. ആദ്യം അയ്യകൂന മുസ്ലിമൻ, ഒരാൾ മുസ്ലിം ആവണം. 2 അയ്യകൂന മുഅ്മിനൻ, പിന്നെ അയാൾ മുഅ്മിൻ ആവണം. പിന്നെ അയാൾ മുഹ്സിൻ ആവണം. മുതഖദ്ദിമീങ്ങളിൽപ്പെട്ട ഉലമാക്കളിൽ ചിലർ ഈ വിഷയം പറഞ്ഞപ്പോ അവർ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 3 വട്ടം വരച്ചു. ഒരു വട്ടം ചെറുത്, പിന്നെ അതിന്റെ മുകളിൽ വേറൊന്ന്, പിന്നെ അതിന്റെ പുറത്ത് വേറെ വലിയൊരു വട്ടം. ആ ചെറിയ ആദ്യത്തെ വട്ടമാണ് ഇഹ്സാൻ. അത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ മുഹ്സിനായിട്ട്. അതിന്റെ മുകളിൽ വരച്ച് ചെറിയ അല്പം കൂടി വലുതായിട്ടുള്ള വര, അതാണ് ഈമാൻ. കുറച്ചധികം ആൾക്കാരുണ്ടാവും മുഅ്മിനായിട്ട്. അതിന്റെയും അപ്പുറത്ത് വരിച്ചിരിക്കുന്ന വലിയ വര, അതാണ് ഇസ്ലാം. അപ്പൊ ഏറ്റവും അധികം ഉണ്ടാവാൻ ആരായിരിക്കും? മുസ്ലിം ആയിരിക്കും. അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ മുഅ്മിൻ, അതിലും കുറച്ചേ ഉണ്ടാവുള്ളൂ മുഹ്സിൻ. നമ്മൾ
മുസ്ലിം ആവാൻ ഈസിയാണ്. നുത്ഖു ഷഹാദതൈൻ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കലോടെ വഹുവ മുസ്ലിം, മുസ്ലിമായി. എന്നാൽ അതുകൊണ്ട് അവൻ മുഅ്മിനാകണമെന്നില്ല. കാരണം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ചില അറാബികൾ വന്നു, പറഞ്ഞു ഖാലത്തിൽ അറാബു ആമന്ന. അറാബികൾ വന്നിട്ട് പറഞ്ഞു നമ്മളിതാ മുഅ്മിനുകളായിരിക്കുന്നു. അല്ലാഹു ആയത്തിറക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ, ഖുൽ ലം തുഅ്മിനു, ഖുൽ ലം തുഅ്മിനു, നബിയെ നിങ്ങൾ പറയൂ അവരോട് നിങ്ങൾ മുഅ്മിനായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, പക്ഷെ നിങ്ങൾക്ക് എന്ത് പറയാം, നമ്മൾ മുസ്ലിമായി എന്ന് പറയാം. അതുകൊണ്ട് വെറും ഒരു മുസ്ലിം ആവൽ കൊണ്ട് ആയില്ല, മുഅ്മിനു ആവണം, മുഹ്സിനു. ഇതാണ് 3 മർത്തബകൾ ദീനുൽ ഇസ്ലാമിന്റെ. ഈ 3 എണ്ണം ഒരുമിച്ച് പറയപ്പെട്ടാൽ 3നും വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞാൽ 3ഉം അതിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന് ഖുർആനിന്റെ ആയത്തുകളിലോ അല്ലെങ്കിൽ ഹദീസുകളിലോ ഇസ്ലാം എന്ന് മാത്രം കണ്ടാൽ അല്ലെങ്കിൽ മുസ്ലിം എന്ന് മാത്രം കണ്ടാൽ അത് ആരും പെട്ടു, മുഅ്മിനും പെട്ടു. അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് മാത്രം കണ്ടു, അത് ആരും പെട്ടു, മുഹ്സിനും പെട്ടു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരും പെടൂല, മുഹ്സിൻ പെടൂല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇസ്ലാം എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനാകണമെന്നില്ല, പക്ഷെ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എല്ലാ മുഹ്സിനും മുഅ്മിനാണ്, പക്ഷെ എല്ലാ മുഅ്മിനും മുഹ്സിനാകണമെന്നില്ല. അതുകൊണ്ട് ഇസ്ലാം എന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ മാത്രം പറയപ്പെട്ടതായി കണ്ടാൽ അവിടെ 2 ഉദ്ദേശമുണ്ട്, ഇസ്ലാമും ഈമാനും, മുസ്ലിമും മുഅ്മിനും. ഇനി ഈമാൻ അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് മാത്രം കണ്ടാൽ അതിൽ ഈമാനും പെടും, ഇഹ്സാനും പെടും. എന്നാൽ ഒരു സ്ഥലത്ത് ഇസ്ലാമും പറഞ്ഞിട്ടുണ്ട്, ഈമാനും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം എന്നും പറഞ്ഞിട്ടുണ്ട്, മുഅ്മിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാം എങ്കിൽ അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ഒരു സ്ഥലത്ത് ഈമാൻ പറഞ്ഞു, അതേപോലെ രണ്ടാമത് ഇഹ്സാനും പറഞ്ഞു. എന്നാൽ അവിടെ ഈമാൻ ഒന്നാണ്, ഇഹ്സാൻ മറ്റൊന്നാണ്. ഉലമാക്കൾ ഖായിദ പറഞ്ഞപ്പോ പറഞ്ഞു, ഇദജ്തമഅ, ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറയപ്പെട്ടാൽ, ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറയപ്പെട്ടാൽ ഇഫ്തറഖ, രണ്ടിന്റെയും അർത്ഥം വേറെ വേറെയാണ്. എന്നാലോ വഇദഖ്തറന, ഇസ്ലാമും ഈമാനും വേറെ വേറെ പറയപ്പെട്ടാൽ, ഇസ്ലാം വേറെ പറയുന്നു, ഈമാൻ വേറെ പറയുന്നു, അവിടെ ഇസ്ലാം വേറെയാണ്, ഈമാൻ വേറെയാണ്. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ? 3 കുട്ടികൾ സുഹൃത്ത് പോകും. എന്താ കാര്യം എന്നറിയോ? ചോദിച്ചത് നന്നായി. ഒരാള് മുസ്ലിം എന്ന് പറയൽ കൊണ്ട് അയാളിൽ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് വരൂല. ഒരാള് ഒന്നുകൂടെ, മുസ്ലിം ആകൽ കൊണ്ട് മാത്രം ആരാവൂല, മുഅ്മിനാവൂല. മുഅ്മിനാവൽ കൊണ്ട് മാത്രം മുഹ്സിനും ആവൂല. ഒരാൾ മുസ്ലിമായി അഥവാ ഹദീസിൽ വന്ന ഷഹാദ പറഞ്ഞു, നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, മുസ്ലിമായി, എങ്കിൽ അയാൾക്ക് ഈമാൻ തീരെയില്ല എന്ന് പറഞ്ഞൂടാ. എന്താ കാര്യം? ഒരാള് ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ, മലക്കിനെ കൊണ്ട് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ, അതേപോലെ കിതാബ് കൊണ്ട് വിശ്വസിച്ചേ പറ്റുള്ളൂ, യൗമുൽ ആഖിറും ഖദറും ഖൈറും ശർറും ഒക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പൊ അയാൾക്ക് ഈമാനിന്റെ ഉസൂലുകളില്ലെങ്കിലും പശർമ ഉണ്ടാവും മുസ്ലിമിൽ. മുസ്ലിമാണെങ്കിൽ അയാൾക്ക് ഈമാൻ കാര്യങ്ങൾ എത്രയാ? 6 ഉണ്ടാവും. ഈ 6ഉം പൂർത്തിയാകുമ്പോഴേ ആരാവൂ? മുഅ്മിനാവൂ. 6ഉം പൂർത്തിയാകാത്ത ഒരാൾ മുഅ്മിനാവൂല, പക്ഷെ മുസ്ലിം ആവും. എന്തുകൊണ്ടാണെന്നറിയോ? അയാൾക്ക് ഈ 6 എണ്ണത്തിൽ കുറച്ചെങ്കിലും ഉണ്ടാവും. കുറച്ചില്ലാത്തവൻ മുസ്ലിമേ ആവൂല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദ പറഞ്ഞു, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജും ചെയ്യുന്നു, ബാഹ്യമായി നമ്മൾ എന്ത് പറയും? മുസ്ലിമാണ്. എന്നാൽ അയാൾക്ക്
അള്ളാഹുവിനുള്ള വിശ്വാസം ഇല്ലെങ്കിൽ, ഇത് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ തൗഹീദില്ല, മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മുസ്ലിം എന്ന് പറയുമ്പോ അയാൾക്ക് കുറച്ചെങ്കിലും എന്തുണ്ടാവും? ഈമാൻ ഉണ്ടാവും. അയാൾ നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ മലക്കുകളിലുള്ള വിശ്വാസം അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾ എന്താവൂല? മുസ്ലിം ആവൂല. പക്ഷെ ഈമാൻ പൂർണ്ണമല്ല, കുറച്ചെങ്കിലും മലായികത്തിനെ പറ്റി വിശ്വാസം ഉണ്ടെങ്കിലേ മുസ്ലിം ആവുള്ളൂ. ഒരു മുസ്ലിമായ മനുഷ്യനിൽ ഈമാനിന്റെ ഉസൂലുകൾ ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ഇല്ല എന്നർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ കമാലിയത്തില്ല എന്നർത്ഥത്തിലാണ്. മുഅ്മിനാകണമെങ്കിൽ അതിന്റെ കമാലിയത്ത് വരണം. അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ കൃത്യമായി വിശ്വസിക്കണം. മലായികത്തിലും മുർസലീങ്ങളിലും കിതാബിലും യൗമുൽ ആഖിറിലും ഖദർ ഖൈർ വ ശർറിലും എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ പൂർണ്ണമായി വിശ്വസിച്ചാലേ മുഅ്മിനാവുള്ളൂ. പക്ഷെ മുസ്ലിമിനും എന്തുണ്ടാവും? ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മുസ്ലിമിനെയും നമുക്ക് എങ്ങോട്ട് പറയാം? മുസ്ലിം ആണെങ്കിലും സ്വർഗത്തിന്റെ അവകാശിയാണ്. ഈ പശർമ വരെ ഇല്ലെങ്കിൽ അയാൾ പിന്നെന്താവൂല? ഒരിക്കലും മുസ്ലിമായി പരിഗണിക്കപ്പെടൂല. അതുകൊണ്ട് ഈ 3 മർത്തബകളെ വേർതിരിച്ച് മനസ്സിലാക്കുക. അവിടെ എന്താ അർത്ഥം? ഇപ്പൊ പറഞ്ഞാൽ നമ്മള് ഇസ്ലാം മാത്രം പറഞ്ഞാൽ അതിലെന്തും പെട്ടു, ഈമാനും പെട്ടു. ഖുർആനിൽ എവിടെയെങ്കിലും ഇസ്ലാം മാത്രമാണ് പറയുന്നത് കേൾക്കുന്നതെങ്കിൽ എന്ത് മനസ്സിലായിക്കൊള്ളണം? അതിലെന്തും പെട്ടു, ഈമാനും പെട്ടു. വേർതിരിച്ച് പറയണമെങ്കിൽ അള്ളാഹു എന്ത് പറയും? ഇസ്ലാമും പറയും, ഈമാനും പറയും. ഇപ്പൊ ഈ ആയത്തന്നെ എടുത്തോ, ഖാലത്തിൽ അറാബു ആമന്ന, അറാബികൾ പറഞ്ഞു നമ്മൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന. ഇവിടെ ഈ ഈമാനും ഈ ഇസ്ലാമും എങ്ങനെ മനസ്സിലാക്കണം? രണ്ടും രണ്ടായിട്ട് തന്നെ. ഇവിടെ വലാകിൻ ഖൂലു അസ്ലംന, നമ്മൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ അസ്ലികൾ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതേതാ? ഷഹാദത്തും, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെയായി. പക്ഷേ ഈമാനിന്റെ അർക്കാനുകൾ പൂർത്തിയായിട്ടില്ല. രണ്ടും വേറെ വേറെ. ഈമാൻ ഖൽബിലുള്ളതാണ്, ഇസ്ലാം ബാഹ്യ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞു ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഇവിടെ ഈമാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നല്ലദീന ആമനു, അതിലെന്ത് പെട്ടു? ഇസ്ലാം പെട്ടു. ഒന്ന് മാത്രം പറഞ്ഞാൽ ഇസ്ലാമും പെട്ടു, ഈമാനും പെട്ടു. ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ ഈമാൻ കാര്യങ്ങൾ പെട്ടു. ഈമാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇസ്ലാം കാര്യങ്ങൾ പെട്ടു. വേറെ വേറെ പറയണമെങ്കിൽ രണ്ടും പറയും, ഇസ്ലാമും പറയും, ഈമാനും പറയും. ഉദാഹരണം പറയാം, ആയത്തുകൾ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. 3 മർത്തബകളാണ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. എല്ലാ മുസ്ലിമും മുഅ്മിനാവണമെന്നില്ല, പക്ഷെ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എല്ലാ മുഅ്മിനും മുഹ്സിനാകണമെന്നില്ല, പക്ഷെ എല്ലാ മുഹ്സിനും മുഅ്മിനാണ്. എവിടെയെങ്കിലും നസ്സുകളിൽ ഖുർആനിലോ ഹദീസിലോ ഇസ്ലാം മാത്രം പറയപ്പെട്ടതായി കണ്ടാൽ അതിൽ ഈമാനും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈമാൻ മാത്രം പറയുന്നത് കണ്ടാൽ അതിൽ ഇസ്ലാമും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എവിടെയെങ്കിലും ആയത്തിലോ ഹദീസിലോ ഇസ്ലാമും ഈമാനും വേർതിരിച്ച് പറയപ്പെട്ടത് കണ്ടാൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബാഹ്യമായ കർമ്മങ്ങളാണ്, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആന്തരികമായ വിശ്വാസമാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഇതാണ് ഈ 3. അതിലൊന്ന് അൽ ഇസ്ലാം. ഫിൽ ലുഗ, ഭാഷാപരമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിയാദ്. എന്താ അർത്ഥം? ഇൻഖിയാദ്. നമ്മൾ സാധാരണ ഇസ്ലാമിന്റെ അർത്ഥം എന്ത് പറഞ്ഞാ കേട്ടിട്ടുള്ളത്? സമാധാനം. എല്ലാവർക്കും സമാധാനം വേണം, അതുകൊണ്ട് ആ അർത്ഥം മാത്രമേ പറയൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കവള തടി കൊണ്ടാൽ മറ്റേ കവള് കാണിച്ചു കൊടുത്ത് രണ്ടാമത്തെയും വാങ്ങിച്ച് സമാധാനം വന്നിട്ട് പോയിക്കോളി, അതൊരർത്ഥമാണ്. പക്ഷെ ഇസ്ലാം ലുഗതൻ അൽ ഇൻഖിയാദ്, അർപ്പണം. അർപ്പണം, അർപ്പണം. അൽ ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാല് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇത് രണ്ടിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് അവന്റെ ഹവയെ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിമേ അല്ല. കാരണം ഇസ്ലാം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഹവ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇച്ഛകള്, നമ്മുടെ താല്പര്യം എന്തുമാവട്ടെ,
എത്ര വലിയ ലാഭകരവുമാവട്ടെ, അള്ളാന്റെ വാക്കിന്റെ മുമ്പിൽ, റസൂലുള്ളാഹിന്റെ വാക്കിന്റെ മുമ്പിൽ അത് മാറ്റിവെക്കും. അതിന്റെ മുമ്പിൽ അടിയറവ് പറയും, ഓനാണ് മുസ്ലിം. ഇപ്പൊ നമ്മളുടെ ഒരു ചുറ്റുപാടും മാഹൗലും നമ്മളുടെ മാനസികാവസ്ഥയും നമ്മുടെ തറവാട്ടിന്റെ കുടുംബത്തിന്റെ രീതിയും ഒക്കെ വെച്ച് അതിനെ പരിഗണിച്ച് റസൂലുള്ളാഹി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അർത്ഥത്തിൽ ഓനാരല്ല, മുസ്ലിം അല്ല. ബാഹ്യേന മുസ്ലിം ആണെങ്കിലും, ബാഹ്യേന മീൻസ് താടിയുണ്ട്, സ്നേഹമുണ്ട്, തന്തൂറയുണ്ട്, തൊപ്പിയുണ്ട്, മുസ്ലിമാണ്. പക്ഷെ അർത്ഥത്തിൽ അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടൂല. കാരണം ഇസ്ലാമിന്റെ അർത്ഥം അൽ ഇൻഖിയാദു, അർപ്പണമാണ്. ഒരാള് ദീനുൽ ഇസ്ലാമിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മളോട്, നമ്മൾ ഉത്തരം പറഞ്ഞു, പിന്നെയും ചോദിച്ചു, പിന്നെ ഉത്തരം പറഞ്ഞു, പിന്നെയും ചോദിച്ചു, പിന്നെ ഉത്തരം പറഞ്ഞു. ചോദ്യങ്ങൾ തീരുന്നേയില്ല, സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചില ഉത്തരങ്ങൾ അയാൾക്ക് ദഹിക്കുന്നുമില്ല. അയാളോട് പറയേണ്ടി വരും, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ട് മാത്രമേ നീ മുസ്ലിമാകൂ എന്ന് വാശി പിടിച്ചാൽ ഇലാ യൗമുൽ ഖിയാമ മുസ്ലിമാകാൻ സാധ്യമല്ല. കാരണം ഇസ്ലാമിന്റെ അർത്ഥം തന്നെ അർപ്പണമാണ്, മനസ്സിലായാലും ഇല്ലെങ്കിലും. അതാണ് ഇസ്ലാം. അങ്ങനെ നോക്കിയാൽ 100-ൽ എത്ര പേര് മുസ്ലിം ആയിട്ടുണ്ടാവും? അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ. അൽ ഇൻഖിയാദ്, എന്റെ റബ്ബ് പറഞ്ഞു, എന്റെ അപ്പുറത്തേക്കില്ല. എന്റെ റസൂലിന്റെ കൽപ്പന ഇതാണ്, അതിന്റെ അപ്പുറത്തേക്കില്ല. അതിന്റെ പേരാണ് മുസ്ലിം. ഒരു കല്യാണം വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മൾ മുസ്ലിമാണോ അല്ലയോ എന്ന്. നമ്മൾ ന്യായീകരണം പറയും, വാദിക്കും. ചിലപ്പോ നമ്മൾ ആ ന്യായീകരണം പറഞ്ഞ് സമർത്ഥിച്ച് ജയിക്കുകയും ചെയ്യും. അത് ഇവിടെ പോണ്ടേ? ഇസ്ലാമിനെ മാത്രം പരിഗണിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ടല്ലോ. അവിടെ വെച്ച് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിച്ചു. هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون. هذا يوم الفصل, ഇത് വേർതിരിക്കുന്ന ദിവസമാണ്. ജമഅനാകും വൽഅവ്വലീൻ, നിങ്ങളെയും കൊണ്ടുവരും മുൻഗാമികളെയും കൊണ്ടുവരും. അതിന്റെ ഇടയിൽ നിന്ന് അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മശ്അമ വേർതിരിക്കും. ആ വേർതിരിക്കുന്ന സമയം ഫഇൻ കാന ലക്കും കൈദുൻ, അന്നെന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാറുണ്ടെങ്കിൽ ഫകീദൂൻ, അവിടെ നിങ്ങൾ തന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെടുത്ത കാണിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെ ന്യായീകരണങ്ങളാണ്. താടി എന്താ ന്യായീകരണം? താടി പിടിച്ച ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ നീട്ടാത്തത്? അതങ്ങനെ മസ്തലുണ്ട്, ഇങ്ങനെ മസ്തലുണ്ട്, മറ്റേ കൗലുണ്ട്, ആ കൗലുണ്ട്. ശരി, ഉസ്താദ് തോറ്റു, ഖതീബ് തോറ്റു, നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾ ജയിച്ചു, താടി വെക്കണ്ട ജയിച്ചു. നളന്താന്റെ കോടതിയിലെത്തി. പറ, തെളിവ് പറ. ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ. എന്ത് തെളിവ് പറയും അല്ലാഹുവിന്റെ മുമ്പിൽ? 1.25 ലക്ഷം അമ്പിയാക്കളിൽ ഒരു നബി പോലും, റസൂൽ പിന്നല്ലേ, റസൂൽ നബിനേക്കാളും ടോപ്പല്ലേ, ഒരു നബി പോലും എന്തില്ല, താടി പിടിച്ച ആളില്ല. ഒരു നബിമാരുടെ സഹാബികളിലും എന്തില്ല. എന്തത്ര ധൈര്യത്തെ പറയാൻ കാരണം എന്നറിയോ? അശ്റത്തുൻ മിനൽ ഫിത്ര, 10 കാര്യം ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ വൃത്തിയുടെ പൂർണ്ണതയുടെ ബാബിൽപ്പെട്ട 10 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് താടി നീട്ടി വളർത്തൽ. അപ്പൊ വടിക്കാന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിക്ക് എതിരാണ്. ഒരു നബിയും ഫിത്രത്തിനെതിരാവൂല. അയാൾ ദഅവത്ത് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഒരു നബി അത് ചെയ്യൂല. നഖം വെട്ടല്, മീശ വെട്ടല്, ഗുഹ്യരോഗം അടിക്കല്, കക്ഷത്തിന്റെ രോഗം പിഴുത് കളയല്, ഇതെല്ലാം ഇതിൽ പെട്ടതാണ്. അതെല്ലാം പ്രവാചകന്മാർ ശ്രദ്ധിക്കും. ആ കൂട്ടത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് താടി നീട്ടലിനെ. യൂസുഫ് അലൈഹിസ്സലാം ഭൂലോക സുന്ദരനല്ലേ? മിസ് വേൾഡ് എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് എന്താ പറയാ? മിസ്റ്റർ വേൾഡ്. ആരാ മിസ്റ്റർ വേൾഡ്? സൽമാൻ ഖാൻ. നമ്മളെ കാഴ്ചപ്പാടിൽ ഷാറൂഖ് ഖാൻ. എന്തൊരു ഗ്ലാമറാട്ടോ, 10-67 വയസ്സായിട്ട് ചങ്ങായി ഇപ്പോഴും എന്തൊരു സുന്ദരനാണ്. ആ സൗന്ദര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് താടി വടിക്കുന്നതെങ്കിൽ ഡേഞ്ചർ. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ കുഫ്ർ വരെ ആയേക്കാം. ജാഗ്രത.
ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും എന്താ അഹ്സന്റെ അർത്ഥം? ഭംഗി, ഏറ്റവും മനോഹരമായ ഘടനയിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നു ഇത് ശരിയായിട്ടാ. ആരോട്? സൃഷ്ടിച്ചവരോട് ഇത് ശരിയായിട്ടാവുകൊണ്ട് ഇതെനിക്ക് വേണ്ട. മഅദല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. കുറച്ച് ഗൗരവത്തിൽ തന്നെ എടുക്കണം, കുറച്ച് ഗൗരവത്തിൽ എടുക്കണം. മീശ വെട്ടിച്ചുരുക്കലും താടി നീട്ടലും ഇസ്ലാമിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? അവിടെ ഇസ്ലാം വരണം, അഥവാ ഇൻഖിയാദ് വരണം, അർപ്പണം വരണം. എന്തെങ്കിലും ഒരു സബബുണ്ടാവുമല്ലോ ഈ താടി പഠിക്കാൻ. ചില ആൾക്കാർക്ക് എന്തുണ്ടാവും? ചൊറിച്ചിലുണ്ടാവും. എവിടെ? തലയിലോ? നല്ല മുടിയുണ്ട്, ചൊറിച്ചിലില്ല, ഒന്നുമല്ല, എണ്ണയിലിട്ട് വെച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയോ? ഇതിന്റെ തൊട്ട് മുകളിൽ ഇവിടെയോ? ഇല്ല. ഇവിടെ മാത്രം ചൊറിച്ചിലാണ് സ്ഥലം. അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ ബാർബർ ഷോപ്പ് പോയിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകും. ബംഗാളിയാണ് ഈ കത്തി വെക്കുന്ന കഴുത്തിരി, എന്നാലും എണീക്കൂല. ഗൗരവത്തിലെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സമയം താടി ഇടകൂർത്ത് കഴിയല്ലോ, കൈയിട്ടിട്ട് പറഞ്ഞു, കദാലിക അമറനി റബ്ബി, ഇങ്ങനെ കഴുകാൻ എന്റെ റബ്ബിനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കഴുകാൻ. കാരണം സുൽത്താൻ മുഖത്ത് താടിയിൽ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പെണ്ണുങ്ങൾ കൈ മുറിച്ചു എന്ന് ഖുർആനാ പറയുന്നു. അതൊരു കെട്ടുകഥയല്ല. അക്ബർനഹു, കണ്ടിട്ട് അവർ അന്തം വിട്ടു. വഖത്തഅന ഐദിയഹുന്ന, കൈ മുറിച്ചു. വഖുൽന, പെണ്ണുങ്ങൾ പറഞ്ഞു, ഹാശ ലില്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ ഹാദാ ബശറ, മനുഷ്യനല്ല. താടിയുള്ള മുഖം കണ്ടിട്ട് ഈ പെണ്ണുങ്ങൾ പറയുന്നു. താടി പഠിച്ച ഷാറൂഖ് ഖാനെ കണ്ടിട്ട് നഖം വെട്ടിയില്ല ആരെങ്കിലും പെണ്ണുങ്ങൾ? ഇല്ലല്ലേ? അൽ ഇൻഖിയാദ്, അൽ ഇൻഖിയാദ്. പെണ്ണുങ്ങളെ വസ്ത്രം ദീൻ പറയുമ്പം ദീനാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും. പെണ്ണുങ്ങളെ മുഖംമൂടിയോ? എന്ത് നിങ്ങളെ അഭിപ്രായം? എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം, അത് നല്ലത്. നിങ്ങളെ അഭിപ്രായം എന്താ? എന്റെയും നിങ്ങളെ അഭിപ്രായം ആർക്കാ വേണ്ടത്? എന്റേതോ നിങ്ങളെ അഭിപ്രായം ഇവിടെ എന്താ വില? ആർക്കാ അത് വേണ്ടത്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഫഹ്മുസ് സഹാബ. കാരണം സഹാബത്ത് ആരെന്നറിയോ? റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അള്ളാഹു അവരിൽ തൃപ്തനാണ്. കാരണം അവരുടെ ദീൻ പക്ക മിയ നൂറിൽ നൂറാണ് സഹാബത്തിന്റെ ദീൻ. അവരെങ്ങനെയാ ഈ ആയത്തിനെ മനസ്സിലാക്കിയത്? മറക്കേണ്ടത്. അന്നും പറഞ്ഞൂടെ അത് അടിമപ്പെണ്ണാണോ അല്ലെങ്കിൽ തറവാടിയാണോ എന്നൊക്കെ മനസ്സിലാവണ്ടേ? എല്ലാവരും കൂടി മുഹമ്മദ് പിന്നെ എങ്ങനെ തിരിയാ? അന്നേരം പറഞ്ഞൂടെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്തായാലും നമ്മളെക്കാളും ഖുർആൻ തിരിഞ്ഞാണ്, സംശയമില്ലല്ലോ. ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയപ്പെട്ട ആളാണ് ഇബ്നു അബ്ബാസ്. അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ നീ ഇവന് ഖുർആൻ പഠിപ്പിക്കും, തഅ്വീൽ പഠിപ്പിക്കും എന്ന റസൂലുള്ളാഹിന്റെ ദുആ കിട്ടിയ ആളാണ്. തഫ്സീറിന്റെ ഉലമാക്കളുടെ രാഷ്ട്രവാക്ക് ഖാലഹു ഇബ്നു അബ്ബാസ്. അദ്ദേഹം പറഞ്ഞ ഹിജാബ് എന്താ അറിയും? അമാനി തഫ്സീറിലുണ്ട്. തലയുടെ ഉച്ചി മുതൽ കാലിന്റെ പെരുവിരൽ വരെ നീണ്ടുകിടക്കുന്ന ഫദ്ഫാദായ, ഒട്ടിപ്പിടിക്കാത്ത, പാറിക്കളിക്കുന്ന വസ്ത്രം. കണ്ണിന്റെ ഒരു ഭാഗത്തൊരു തോട്ട, കണ്ണിന്റെ ഒരു ഭാഗത്തൊരു തോട്ട. എന്തിന്? നടക്കുമ്പോ വഴി കാണാൻ. ഇതാണ് പെണ്ണിന്റെ ഹിജാബ്. അന്യരുടെ മുമ്പിൽ, വീട്ടിന്റെ ഉള്ളിലല്ല, അന്യരുടെ മുന്നിൽ, അജ്നബിന്റെ മുന്നിൽ. ഇതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ നിസ്കാരത്തിലാണ്. മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ ഔറത്താണ് പെണ്ണിന്റെ. ആയിഷ റളിയല്ലാഹു അൻഹ ദീൻ പഠിച്ചാണല്ലോ. എന്തായാലും ഖുർആൻ തുടക്കം തൊട്ട് അവസാനം വരെ ഇറങ്ങുന്ന സമയത്ത് ജീവിച്ചിരുന്ന ആള്. ആ വീട്ടിലാണ് ഇറങ്ങിയത് വഹി. ആരാണോ അധ്യാപകൻ, ആ അധ്യാപകന്റെ മടി കിടന്നിട്ട് ദീൻ പഠിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, നമ്മളിത് കേട്ടാൽ പറയും ആയിഷ കുറച്ചൊരു ഉലുവാണ്. ഉലുവെന്ന് പറഞ്ഞാൽ ചോവറാണ്. ആയിഷ തന്നെ കുറച്ച് ഓവറാ, അത്രയൊന്നും വേണ്ട നമ്മൾ പറയും. റളിയല്ലാഹു അൻഹ പറയാണ്, ഇഹ്റാമിന്റെ അവസ്ഥയിൽ
ഇഹ്റാമിൽ പ്രവേശിക്കലോട് പെണ്ണുങ്ങൾക്ക് എന്തായി? മുഖം മറക്കൽ ഹറാം, കൈ മറക്കൽ ഹറാം. അപ്പൊ അന്നേരം ഹറാം ആകണമെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ അതിന് മുമ്പ് എങ്ങനെയായിരിക്കും? മീഖാത്ത് എന്നല്ല ഇഹ്റാം കെട്ടേണ്ടത്. മീഖാത്ത് വീടല്ലല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് മീഖാത്ത് വരുമ്പം ആ പെണ്ണെങ്ങനെയായിരിക്കും വരിക? മുഖവും കയ്യും മറിച്ചിട്ടാ വരിക. മീഖാത്തിലെത്തി ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ പറയലോടെ മുഖത്ത് നിന്ന് നിക്കാബ് എടുത്ത് മാറ്റിക്കൊള്ളണം, കൈവറ ഊരിക്കൊള്ളണം. പിന്നെ ധരിക്കൽ ഹറാം. മനഃപൂർവ്വം ധരിച്ചാലോ ആട്ടിനടക്കം കൊണ്ടുവരും. ഐഷമ്മ പറയാൻ മതി അള്ളാഹുന, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അജ്നബിയായ ആരെങ്കിലും മുന്നിൽപ്പെട്ടാൽ, ഇപ്പൊ എന്തായാലും പെടും, അന്ന് ഇത്രയും ആളില്ലല്ലോ, അഥവാ അജ്നബികൾ ആരെങ്കിലും പെട്ടാൽ തലമറച്ച തുണി നമ്മൾ മുഖത്തേക്ക് വലിച്ചിടുമായിരുന്നു. അവര് നീങ്ങിയാൽ നമ്മൾ തുറന്നിടുമായിരുന്നു. എങ്ങനെ? ആ ആയിരിക്കൂലേ? ആയിരിക്കുമല്ലോ. ആയിരിക്കൂലെന്ന് ചിന്തിക്കും പോലെ ആയിരിക്കാന്ന് ചിന്തിക്കാമല്ലോ. തെളിവ് കേൾക്കുക. ആക്കണം. ദലീൽ ഇതാണ്. കാരണം ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിലും സലഫകളുടെ ഖൗലിലും മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഖൗലിലും എല്ലാം അജ്നബിയുടെ മുന്നിൽ പെണ്ണിന്റെ ഔറത്ത് ശരീരം. ഇനി ഒന്നുകൂടി ചോദിച്ചോട്ടെ, വലാ യുബ്ദീന സീനതഹുന്ന എന്താ അർത്ഥം? ഏതാ പെണ്ണിന്റെ സൗന്ദര്യം? അത് ഹിക്മത്ത്, അത് അഖിലിയായിട്ടുള്ള തെളിവാണ്. നഖലല്ല, അഖിലിയായിട്ട്. വലായുബദീന അവർ വെളിവാക്കരുത്, സീനതഹുന്ന അവരുടെ സൗന്ദര്യം. സീനത്ത് എന്തായാലും മുഖമല്ലേ. ഇല്ല ലിബുഊനതിഹിന്ന, ഇതിനങ്ങനെ പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒഴികെ, അല്ലെങ്കിൽ ഔ ആബാഇഹിന്ന ഉപ്പമാരുടെ മുമ്പിൽ ഒഴികെ, ഔ ആബാഇ ബുഊലതിഹിന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഉപ്പമാരുടെ മുമ്പിൽ ഒഴികെ സീനത്ത് അവർ വെളിവാക്കരുത്. അപ്പൊ ആ പറയപ്പെട്ടവരുടെ എല്ലാത്തവരുടെ മുന്നിൽ ശ്രദ്ധിച്ചേ പറ്റും. ആ ഇല്ലാ മാ ദഹറ മിൻഹ, അവരിൽ നിന്ന് പ്രകടമാകുന്നതൊഴികെ. അതിന്റെ തഫ്സീർ എന്തെന്നറിയോ? സ്ത്രീകൾ സാധാരണ അള്ളാഹു അവർക്ക് നൽകിയ ശാരീരിക സൗന്ദര്യത്തിന് പുറമെ സൗന്ദര്യവർദ്ധനവിനു വേണ്ടി അവർ ധരിക്കുന്ന ആഭരണങ്ങൾ ഏതൊക്കെയായിരിക്കും? ചെവിയിലാഭരണം ധരിച്ചിട്ടുണ്ട്, അതേപോലെ മാല ധരിച്ചിട്ടുണ്ട്, വളകൾ ധരിച്ചിട്ടുണ്ട് സഹാബിയാത്തായ വനിതകൾ. ആ ആഭരണങ്ങൾ ഒഴികെ. ചിലപ്പോൾ എന്ത് പറ്റണമെന്നില്ല, ഒരു പക്ഷെ ചിലപ്പം മറക്കാൻ പറ്റണമെന്നില്ലെങ്കിൽ അതൊഴികെ. അല്ലെങ്കിൽ അജ്നബിയുടെ മുന്നിൽ ചില ആൾക്കാർ ഇത് പറയും. അസ്മാ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു? ഇല്ല ഹാദ വഹാദ, ഇതും ഇതും ഒഴികെ. നേർത്തൊരു വസ്ത്രം ധരിച്ചിട്ട് അസ്മ വന്നു. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്മ മഹ്റമാണോ അജ്നബിയ്യത്താണോ? അജ്നബിയ്യത്താണ്. ഭാര്യന്റെ സഹോദരൻ അജ്നബിയ്യത്താണ്. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ ഓള് അസ്മ ആ നേർത്ത വസ്ത്രം ധരിച്ച് റസൂലുള്ളാഹിന്റെ അനുജത്തിന്റെ ഭർത്താവിന്റെ മുമ്പിൽ വരുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ ആ പറഞ്ഞ എപ്പായിരിക്കും? അപ്പൊ ആ വന്ന ആ പറഞ്ഞ സംഭവം എപ്പായിരിക്കും? ആയത്തുൽ ഹിജാബ് ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും. മക്കൾ അങ്ങനെ പറഞ്ഞ ദലീല്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് തന്നെ. അദ്ദേഹം അഭിപ്രായം പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൗദ കുറച്ച് നീളമുള്ള സ്ത്രീയാണ്. സഹാബത്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ സൗദ അപ്പുറത്തോട് നടക്കുന്നത് ഈ സഹാബക്കൾ കാണും. ഉമർ യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ഭാര്യമാർ അങ്ങനെ ആൾക്കാരെ കാണുന്ന വിധത്തിൽ നടക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, ഹിജാബിന്റെ ആയത്ത്. അതുകൊണ്ട്
അൽ ഇസ്ലാം, അൽ ഇൻഖിയാദ്, അതൊരു അർപ്പണമാണ്. ഒരു ഭാഗത്ത് നമ്മളുടെ ഹവ, മറുഭാഗത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന. അവിടെ അള്ളാഹിന്റെ ദീനിന്റെ കൽപ്പന സ്വീകരിക്കുന്നതിന്റെ പേരാണ് അൽ ഇസ്ലാം. ഇനി ഒരാളത് സ്വീകരിച്ചില്ല, അയാൾ പൂർണ്ണമായിട്ടും ഇസ്ലാം ഒന്ന് പുറത്തുപോയി എന്നുള്ള ഫത്വ ഒന്നും പറയില്ല. മറിച്ച് എന്ത് പറയും? അയാളുടെ ഇസ്ലാം നാഖിസായ ഇസ്ലാമാണ്. പക്ഷെ അല്ലാഹ് പറയുന്നെന്താ? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫതൻ. കമാലിയത്ത് ഉണ്ടാവണം. ദീൻ ദീനാണ്. എന്ത് ബിരിയാണിക്ക് താഴെ പാൻ ഇടലോ? ഇസ്ലാമിന്റെ ഹുക്കം എന്താ? ഫിന്നാർ. ഫിന്നാർ പാടില്ല എന്നല്ല, ഫിന്നാർ. ആൾക്കാർ ചോദിക്കും അത്തഖ്വ ഹാഹുന. തഖ്വ എന്നാ ഇവിടെ അല്ലേ, പാൻറിന്റെ അടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുവിനോട് ചോദിച്ച ഒരാള്, അത് അഹങ്കാരത്തോടു കൂടിയാണെന്നും ഹദീസിലുണ്ടല്ലോ, അപ്പൊ അഹങ്കാരം ഇല്ലെങ്കിൽ ഇട്ടൂടെ? അദ്ദേഹം പറഞ്ഞു, അഹങ്കാരത്തോട് കൂടിയാണ് എന്നുള്ളത് വേറെ റിവായത്ത്, ആ വാക്കില്ലാത്ത വേറെ റിവായത്തുണ്ട്. നെയ്യാണിക്ക് താഴെ മനഃപൂർവ്വം വസ്ത്രം ഉടുത്തവൻ നരകത്തിലാണ്. അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ നരകത്തിലെ അദാബും അതിനനുസരിച്ച് കൂടും. താഴോട്ട് പോകുന്ന പരിപാടിയില്ല. അതാണ് ഈ പറഞ്ഞത് അൽ ഇസ്ലാമു ഫിൽ ലുഗ അൽ ഇൻഖിയാദ്, അർപ്പണം. അമ്മാ ഫി ശറഇ ഫലിഇത്ലാഖിഹി ഹാലത. ശറഇൽ സാങ്കേതികാർത്ഥത്തിൽ രണ്ടവസ്ഥകളുണ്ട് ഇസ്ലാം എന്ന ആ പദത്തിന് അർത്ഥം പറയുമ്പോൾ. അൽ ഹാലത്തുൽ ഊല, ഒന്നാമത്തെ അവസ്ഥ, അയ്യുത്ലഖ അലൽ ഇഫ്റാദി ഗൈറ മുഖ്തരിനിൻ ബിദിക്രിൽ ഈമാൻ. ഇസ്ലാമിനോടൊപ്പം ഈമാനിനെ ചേർത്ത് പറയാതെ പറയപ്പെടുക. നേരത്തെ നമ്മൾ പറഞ്ഞു, ഖുർആനിലോ ആയത്തിലോ അല്ലെങ്കിൽ ഹദീസിന്റെ നസ്സുകളിലോ ഇസ്ലാം എന്നതിനോടൊപ്പം ഈമാൻ എന്ന് ചേർന്ന് വരാതെ കണ്ടാൽ ഫഹുവ ഇദിൻ, ആ സമയത്ത് ആ പദത്തിന് അർത്ഥം യുറാദു ബിഹി അദ്ദീൻ കുല്ലുഹു ഉസൂലുഹു വഫുറൂഉ. ഈമാൻ ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഇസ്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉസൂലുകളും അടിസ്ഥാനപരമായിട്ടുള്ള ദീനിന്റെ കാര്യങ്ങളും ഫുറൂഇയാത്തുകളും ഒക്കെ ഇതിൽപ്പെട്ടു. ഏത്? ഈമാനും നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും സൽക്കർമ്മങ്ങളും അതും സൽസ്വഭാവവും എല്ലാം ആ ഒരു വാക്കിൽ പെട്ടു. ഇസ്ലാം എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പെട്ടു, വാക്കുകൾ പെട്ടു, പ്രവൃത്തികൾ പെട്ടു, എല്ലാം ആ ഇസ്ലാമിൽ പെട്ടു. അള്ളാഹു പറഞ്ഞ പോലെ ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഒരാൾ ഈ ആയത്ത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ 5 കാര്യങ്ങൾ ചെയ്യലല്ലേ? അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം മതി? ഈ 5 കാര്യങ്ങളും മതി എന്ന് ഒരുത്തം പറഞ്ഞാൽ ശരിയല്ല. ഇസ്ലാം എന്ന് മാത്രം അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥമാക്കുന്നത് ഇത്തിഖാദിയായ കാര്യങ്ങളും പെട്ടു, വാക്കുകൾ പെട്ടു, പ്രവർത്തികൾ പെട്ടു, ഒക്കെ അതിൽ പെട്ടു. ഇന്നദ്ദീന ഇൻദല്ലാഹ് അൽ ഇസ്ലാം. ഇസ്ലാമേ പറഞ്ഞിട്ടുള്ളൂ, ഈമാൻ പറഞ്ഞിട്ടില്ല. എല്ലാം അതിൽ ഉൾപ്പെട്ടു. വകമാ ഖാല ജല്ല വഅല, അല്ലാഹു പറഞ്ഞ പോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് പെട്ടു? ഈമാനും വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവവും എല്ലാം ആ വാക്കിൽപ്പെട്ടു. وكما قال عز وجل, അല്ലാഹു പറഞ്ഞു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ. അവിടെയും ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എല്ലാം അതിൽപ്പെട്ടു. فدلت هذه النصوص
നോക്കിക്കോളേ. അപ്പൊ ഇസ്ലാം എന്ന പദത്തിന്റെ ഭാഷാർത്ഥം പറഞ്ഞു. അൽ ഇൻഖിയാദു അർപ്പണമാണ്. ശറഇൽ വ്യത്യസ്ത രീതിയിൽ അതിന്റെ അർത്ഥങ്ങൾ പറയപ്പെടും. ഒന്നാമത്തെ അവസ്ഥ, നസ്സുകളിൽ, ഖുർആൻ ആയത്തുകളിലോ ഹദീസുകളിലോ ഇസ്ലാം എന്ന് മാത്രം വന്നാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. അല അന്നൽ ഇസ്ലാം ഇൻദ ദിക്രിഹി മുഫ്റദൻ യശ്മുലു ദീന കുല്ല. ഒറ്റക്ക് പറഞ്ഞാൽ ദീൻ മൊത്തത്തിൽ ആ വാക്കിൽ ഉൾപ്പെട്ടു. അൽ ഹാലത്തു സാനിയ, രണ്ടാമത്തെ അവസ്ഥ, അയ്യുദ്കറൽ ഇസ്ലാമു മഖ്റൂനൻ ബിദിക്രിൽ ഈമാൻ. ഇസ്ലാമിനെ ഈമാനോടൊപ്പം ചേർത്ത് പറയപ്പെടുക. ഇസ്ലാമും പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഈമാനും പറയപ്പെടുന്നുണ്ടെങ്കിൽ ഫയുറാദു ബിഹി ഹീനഇദിൻ, ആ സമയത്ത് അതുകൊണ്ടുള്ള ഉദ്ദേശം ജമീഉൽ അഅമാലി വൽ അഖ്വാലി അദ്ദാഹിറ. അവിടെ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബാഹ്യമായ വാക്കുകളും മറ്റു പ്രവർത്തനങ്ങളും ആണ്. വിശ്വാസപരമായ കാര്യത്തിൽ അവിടെ ഇസ്ലാമിന്റെ വാക്ക് ഉദ്ധരിക്കൂല. ഇസ്ലാമും ഈമാനും. ഉദാഹരണത്തിന് അല്ലാഹു പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. ഈമാനും പറഞ്ഞു, ഇസ്ലാമും പറഞ്ഞു. ഇവിടെ വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഇസ്ലാം മുസ്ലിമായി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞത് ബാഹ്യമായ പ്രവൃത്തികളിൽ നിങ്ങൾ ഓക്കെയാണ്, എന്നാലോ ഇഅ്തിഖാദിൽ, വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ശരിയായിട്ടില്ല എന്നർത്ഥം. വകമാ ഫി ഹദീസ് ഉമർ അൽ മശ്ഹൂർ ഇൻദ മുസ്ലിം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ, ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ട ഹദീസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, അപ്പൊ എന്ത് പറഞ്ഞു കൊടുത്തു? ബാഹ്യമായ അമലുകൾ. പിന്നെ ഈമാനെ പറ്റി ചോദിച്ചു, അപ്പം വിശ്വാസപരമായ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ രണ്ടും ഒരുമിച്ച് വന്നാൽ ഇസ്ലാമിന്റെ അർത്ഥം ബാഹ്യമായിട്ടുള്ള അമലുകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെയാണ്. ഈമാന്റെ അർത്ഥം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു ഹദീസിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അതിൽ ചില ആളുകൾക്കെല്ലാം, മൊത്തത്തിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം എന്തോ ഹദിയ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തില്ല. സഅദ് ബിൻ അബി വഖാസ് പറയാണ്, എന്റെ നോട്ടത്തിൽ ആ കൊടുക്കപ്പെട്ട ആളുകളെക്കാളെല്ലാം നല്ലൊരു മനുഷ്യൻ ഇയാളാണ്, ഇത് കിട്ടാത്ത ആൾ. അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ് മാ ലക ലാ തുഅതി ഫുലാന, നിങ്ങൾ എന്താ ഇയാൾക്ക് കൊടുക്കാത്തത്? ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിന,
അള്ളാഹുവാണ് സത്യം, ഞാൻ അയാളെ മുഅ്മിനായിട്ടാണ് മനസ്സിലാക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഔ മുസ്ലിമ, അല്ല അയാൾ മുസ്ലിമാണ്. എന്താ ഉദ്ദേശം അവിടെ? ബാഹ്യമായിട്ട് ഓക്കെയാണ്, പക്ഷെ വിശ്വാസപരമായി സംതിങ് എന്തോ പ്രശ്നം അയാൾക്കുണ്ട്. അപ്പൊ ഇസ്ലാമും ഈമാൻ, ഇസ്ലാം മാത്രം പറഞ്ഞാൽ ദീൻ മൊത്തത്തിൽ പറഞ്ഞ പോലെയാണ്. ഇസ്ലാമും ഈമാനും പറഞ്ഞാൽ അവിടെ ഇസ്ലാം കൊണ്ട് ഉദ്ദേശം ബാഹ്യമായ കർമ്മങ്ങളാണ്, ഈമാൻ കൊണ്ട് ഉദ്ദേശം ഇഅ്തിഖാദിയായ വിശ്വാസപരമായ കാര്യങ്ങളാണ്. വശറാഇഉൽ ഇസ്ലാമി കസീറത്തുൻ ജിദ്ദ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. അതിന്റെ ജിഹാദ്, ദഅവത്ത്, അതേപോലെ തന്നെ ചെയ്താൽ കൂലി കിട്ടുന്ന വാക്കുകള്, മറ്റു പ്രവൃത്തികള്, ഒഴിവാക്കിയാൽ മുഹറമാത്തുകൾ, അത് ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന കൂലികൾ, ഇതെല്ലാം നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ ഹാലത്തുൽ ഊല, ഇസ്ലാം മാത്രം പറയുക, അപ്പൊ അവിടെ ഉദ്ദേശം ബാഹ്യമായ പ്രവൃത്തികളാണ്. ഇസ്ലാമിനെ ഈമാനോട് ചേർത്ത് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം, ഇസ്ലാമിനെ മാത്രം പറഞ്ഞാൽ ഇസ്ലാം മൊത്തത്തിലാണ്, വിശ്വാസവും മറ്റും. ഇസ്ലാമും ഈമാനും പറഞ്ഞാൽ അവിടെ ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം ബാഹ്യമായ പ്രവൃത്തികളും, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖൽബിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളും ആണ്. ഇതാണ് മറാത്തിബുൽ ഇസ്ലാം, മറാത്തിബുദ്ദീനിന്റെ ഒന്നാമത്തെ മർത്തബ അൽ ഇസ്ലാം. അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഭാഷാർത്ഥത്തിൽ അൽ ഇൻഖിയാദ്, അർപ്പണമാണ്. സാങ്കേതിക അർത്ഥത്തിൽ രണ്ടവസ്ഥ പറയും, ഒന്ന് ഇസ്ലാം മാത്രം പറയുക, മറ്റൊന്ന് ഇസ്ലാമിനെയും ഈമാനിനെയും ചേർത്ത് പറയുക. ഇസ്ലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 റുക്നുകൾ പറഞ്ഞ് പഠിപ്പിച്ചു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമത്തുസ് സ്വലാ വ ഈതാഉസ് സക്കാ വ സൗമു റമളാൻ വ ഹജ്ജുൽ ബൈത്ത് ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ 5 കാര്യങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ചെയ്യലോടുകൂടി ഒരാൾ എന്തായി? മുസ്ലിമായി. പക്ഷേ ഈ 5 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാളിൽ ഈമാനിന്റെ പശർമ ഇല്ലെങ്കിൽ ഒരിക്കലും അയാളെ മുസ്ലിമായി പരിഗണിക്കൂല. അതാണ് പറഞ്ഞത്, കുറച്ചെങ്കിലും അതുണ്ടാവണം, അതില്ലെങ്കിൽ ഒരാ മുസ്ലിമായിട്ടും അംഗീകരിക്കൂല. എന്തേ പറയുള്ളൂ? നമ്മള് ഈ 5 കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കലിമ പറയുന്നുണ്ട്, നിസ്കാരം, നോമ്പ്, ഹജ്ജ് എല്ലാം ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഈമാൻ കാര്യങ്ങളായി പറയപ്പെട്ട 6 കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലെങ്കിൽ അയാൾ മുസ്ലിമും ആവില്ല. പോയി ഏതെങ്കിലും ഒന്നിൽ, കാരണം അള്ളാഹുവിനുള്ള ഈമാൻ, മലക്കുകളിൽ, കുത്തുബിൽ, മുർസലീങ്ങളിൽ, ഖിയാമത്ത് നാളിൽ, പിന്നെ ഖദറിൽ, ഇത് 2 തരത്തിലുണ്ട്, ഇജ്മാലും തഫ്സീലും. ഒന്ന് മൊത്തത്തിൽ ഒന്ന് വിശ്വസിച്ച് വെക്കുക, മറ്റേ തഫ്സീൽ വിശദമായിട്ട്. ആ വിശദമായിട്ടുള്ള ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയാം. ഇജ്മാലിയായിട്ടെങ്കിലും മുസ്ലിമിന് വിശ്വാസം ഉണ്ടാവണം. അതും ഇല്ലെങ്കിൽ ഇയാളെ ഈ പ്രവൃത്തികളെ കൊണ്ട് അയാളെ മുസ്ലിം എന്ന് പറയാൻ സാധിക്കൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പറയുന്നതൊക്കെ തിരിയുന്നുണ്ട? പിന്നെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരൊക്കെ ചോദിച്ചിട്ട് ചർച്ച ചെയ്യണം. പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണം. ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് അത് അമൽ ചെയ്യുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നല്ലതല്ലേ. മനസ്സിലായ പറഞ്ഞു? മുഖം മറക്കുന്നതിലാണ് പ്രശ്നം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? മീഖാത്തിൽ എന്തുകൊണ്ട് അവർക്ക് ഹറാമായി? ഒരു കാര്യം ഹറാമാക്കപ്പെടുമ്പം അതിന് മുമ്പ് അതെന്താവണം? ആണുങ്ങൾക്ക്, ആണുങ്ങൾ അവിടുത്തെ വേറെ, പെണ്ണുങ്ങൾ വേറെ അല്ലേ? അതന്നെ, ഒന്നും ഇല്ലാണ്ട് അവിടെ ഹറാമാക്കൂലല്ലോ, തുറക്കണമെന്ന് പറയില്ലല്ലോ. അല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഒരു ഭാഗം നമ്മളെ പോലെ ആവില്ല.
നമ്മൾ ഇത് കുറച്ച് അത് റസൂലുള്ളാഹി സ്വഹാബത്തിൽ അങ്ങനെ ആവില്ല. ഉള്ളതിൽ അവരെല്ലാവരും ഉണ്ടാവും. ഒരു കാരണം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ വെച്ചാല് ഇഹ്റാം കെട്ടിയിട്ട് വരുന്ന ഒരു അടിമ ആണുങ്ങളാണെങ്കിൽ എത്ര വലിയ പൈസക്കാരനോ ആയിക്കോട്ടെ, എൻ്റെ മുമ്പിലേക്ക് 2 തുണിയിൽ അടിമനെ പോലെ വരണം, അടിയാത്തിയെ പോലെ വരണം പെണ്ണ്. കാരണം അടിയാത്തികളുടെ ഔറത്ത് ഏതാ? അന്ന് അടിമ സമ്പ്രദായം ഉള്ളപ്പം അടിമ പെണ്ണിന്റെ ഔറത്ത് സ്വതന്ത്ര പെണ്ണിന്റെ ഔറത്തല്ല. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്യണം? അടിയാത്തിനെ പോലെ വരണം. അപ്പൊ സ്വതന്ത്ര പെണ്ണ് ആ സമയത്ത് ഫുള്ള് മറക്കുന്നുള്ളതാണ്. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ഒഴിവാക്കിയിട്ട് അടിയാത്തിയെ പോലെ വരണം. ഇതൊരു ഹിക്മത്ത് ചില ഒഴിവാക്കൾ പറഞ്ഞിട്ടുണ്ട്.